2026 മറ്റേ CBSE എക്സാമിനേഷന് ഏതാണ്ട് 18 ലക്ഷം 22 ലക്ഷം കുട്ടികൾ അപ്ലൈ ചെയ്തു. അവരുടെ മുഴുവൻ ഭാവി നശിപ്പിച്ച്, പ്രത്യേകിച്ചും സയൻസ് ഗ്രൂപ്പ് എഴുതിയവരുടെ എല്ലാം നശിപ്പിച്ച് നാറാകനാക്കല്ല് പിടിപ്പിച്ച മോഡിയാണ് ഇന്ത്യനെ 21ാമത്തെ ഫ്യൂച്ചറിലേക്ക് ഉണ്ടാക്കണത്. മാങ്ങാത്തൊലിയാണ് ഉണ്ടാക്കണത്. അവൻ്റെ പിള്ളേരുടെ ഭാവി മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞ് CBSE എക്സാം എഴുതിയ പിള്ളേരുടെ ഭാവി മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. CBSE എക്സാം എഴുതിയ പിള്ളേരുടെ മുഴുവൻ ഭാവി നശിപ്പിച്ച് കളഞ്ഞ അവൻ ഇന്ത്യനെ ഉണ്ടാക്കും. അവൻ്റെ മാങ്ങാത്തൊലി 10ാം ക്ലാസ്സിൽ ജീവിതത്തിൽ 10ാം ക്ലാസ്സിൽ എഴുതാത്തവന് അത് എഴുതണവനോടുള്ള അങ്ങേയറ്റത്തെ അസൂയയും കുനിഷ്ടും കുന്നായ്മയും. മോഡി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ 10ാം ക്ലാസ് എഴുതിയിട്ടുണ്ടാവില്ല. ഈ അമിത്ഷായും പ്രധാനമൊക്കെ അതുപോലെ തന്നെ ആയിരിക്കും. എന്തെങ്കിലും കള്ള സർട്ടിഫിക്കറ്റ് ആയിട്ട് നടക്കുന്നവരായിരിക്കും. ഗുജറാത്തി മഹാരാഷ്ട്രയും ഒക്കെ കണ്ട ഡി കമ്പനിയുടെ, ഗുജറാത്തിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്നുള്ളവനൊക്കെ ഡി കമ്പനിയുടെ കുറേ ഗുണ്ടകളാണ്. അവരുടെ കാശ് മേടിച്ച് നക്കി കിടക്കുന്ന കുറേ പരാറികളാണ്. മഹാരാഷ്ട്ര അതെ, ഗുജറാത്ത് അതെ, ഈ 2 സംസ്ഥാനത്തിനുള്ളവരും ഈ മുംബൈ ഡി കമ്പനിയുടെ കാശ് മേടിച്ചാൽ അവിടെ നിന്നുള്ള IAS അതെ, IPS അതെ, എല്ലാം കണക്ക് രാഷ്ട്രീയക്കാർ. ലക്ഷം മുതൽ 22 ലക്ഷം വരെ കുട്ടികളുടെ ഭാവി മുഴുവൻ നശിപ്പിച്ചിട്ടാണ് അവൻ ഇന്ത്യനെ മാങ്ങാത്തൊലി ഉണ്ടാക്കാൻ പോകുന്നത്. ആരാ ഭായിയും ബഹനവും, എൻ്റെ അമ്മായിമ്മയുടെ ബഹനും ഭായി. മുതൽ 22 ലക്ഷം വരെ കുട്ടികളുടെ ഭാവി നശിപ്പിച്ചിട്ട് അതിലും 10% 15% മാർക്ക് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കഴപ്പങ്ങ് തീർന്നു. കുട്ടികളുടെ കുറേ മാർക്ക് കളഞ്ഞിട്ട് ഒരു ധർമ്മേന്ദ്ര പ്രധാനും മോഡിയും CBSE ഈ 75 കൊല്ലത്തിലില്ലാത്ത പുതിയ പരിപാടി ഉണ്ടെന്ന് പിള്ളേരുടെ ഭാവി നശിപ്പിച്ചപ്പോൾ അവൻ്റെ പോതിലെ കടി കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ്റെ ഏജൻറ്റ്, ഇന്ത്യൻ ഏജൻറ്റുകൾ. ഇന്ത്യക്ക് 5 ട്രില്യൺ എക്കോണമി ഉണ്ട്. പാകിസ്ഥാൻ വെറും 300 ബില്യന്. ഒരിക്കലും ഒരു ലെവൽ ഫീൽഡിംഗ് ഇല്ല. മിലിറ്ററിയാണ് എക്കോണമി വൈസ് ഒരു ലെവൽ ഫീൽഡിങ്ങും ഇല്ല. അപ്പോൾ അവരെന്തുകൊണ്ടാണ് അവർ നിൽക്കുന്നത്? ഇവിടെയുള്ള ഇതുപോലെയുള്ള കുറേ രാഷ്ട്രീയക്കാർ, ഈ മോഡിനെ പോലെയും ധർമ്മേന്ദ്ര പ്രധാനെ പോലെ അമിത്ഷാനെ പോലെ കുറേ രാഷ്ട്രീയക്കാരും കുറേ ചീറായി CBSEയുടെ ഒക്കെ കൺട്രോൾ വഹിച്ച പോലെയുള്ള കുറേ ഒന്നിനും കൊള്ളാത്ത ശിഖണ്ഡി IASകാരും ഈ ദുബായിലേക്ക് കുറച്ച് മക്കളെയും വിട്ട് അവരുടെ പേരിൽ ഒരു സെക്കൻഡ് കമ്പനിയും തുടങ്ങി അവിടെ കാശുണ്ടാക്കിക്കൊണ്ട് കൊടുക്കണം കുറേ ചെറ്റ മന്ത്രിമാരും ഇവിടെയുണ്ട്, കേരളത്തിലുമുണ്ട്. പിണറായി എന്നാ മോശം, അവൻ എൻ്റെ മോൻ എഴുതിയ പരീക്ഷ മാത്രം അതും പിന്നെ വേറെ 2 ദിവസത്തെ പരീക്ഷയെ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 7 ദിവസത്തെ പരീക്ഷ എളുപ്പമായിരുന്നു. 10 ദിവസമായിരുന്നു മറ്റേ ഇതിൻ്റെ എക്സാം നടന്നത്, നമ്മുടെ കീം എക്സാം നടന്നത്. കീം എക്സാം നടന്നിട്ട് 10 ദിവസം നടന്ന എക്സാമിൽ 10 ദിവസം നടന്ന കീം എക്സാമിൽ നമ്മുടെ മോൻ എഴുതിയ ദിവസം 20-ാം തീയതി വന്നു. 20, 21, 17 ആ 3 ദിവസം 17 മുതൽ 27 വരെ നടന്ന 10 ദിവസത്തെ എക്സാമിൽ 3 ദിവസത്തെ എക്സാം ബുദ്ധിമുട്ടായിരുന്നു. 7 ദിവസത്തെ എക്സാം
വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ പിന്നെ ഡിഫിക്കൽട്ട് എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ മാർക്ക് വളരെ ലോ ആയിരിക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ബ്രില്യൻറ്റിൽ അതായത് ചിലപ്പോൾ ആസ് ലോ ആസ് 150 മാർക്ക് വരെ 150-200 മാർക്കിലേക്ക് താഴാം. 600 നോർമലൈസ് സ്കോർ. എന്നാൽ ഒരു ആവറേജ് എക്സാം ആണെങ്കിൽ 300 മുതൽ 450 മാർക്ക് വരെ കുട്ടികൾക്ക് കിട്ടാം. അപ്പോൾ ആ ഈസി എക്സാം നടത്തുന്ന ദിവസത്തുള്ള കുട്ടികൾക്ക് ഒരു 100-150 മാർക്കെങ്കിലും കൂടുതലുണ്ടാവും. 150 മാർക്ക് കൂടുതൽ കിട്ടാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു 20-25 ക്വസ്റ്റ്യൻ കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ കറക്റ്റാക്കിയാൽ മതി. ഈസി എക്സാം നടത്തുന്ന ഗവൺമെൻറ് 10-25 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് ബെറ്ററായിട്ട് കിട്ടും. അപ്പോൾ അവൻ്റെ മാർക്ക് ഒരു 100-150 കൂടുതലായിരിക്കും ഈ ഡിഫിക്കൽട്ട് എക്സാം എഴുതിയ ദിവസം. ഇവർ ഈ നോർമലൈസേഷൻ എന്ന് പറഞ്ഞ് ഏതാണ്ട് നിസ്സാര അരമാർക്കോ മാർക്കോ അങ്ങാണ്ട് ഇട്ട് കൊടുക്കും. പല ദിവസത്തെ എക്സാമിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിടത്തോളം അങ്ങനെയാണ്. നോർമലൈസേഷൻ എന്ന് പറഞ്ഞ് ഒരു ഇട്ട് കൊടുക്കുന്ന 1/4 മാർക്ക് അരമാർക്കം കണ്ട ഒരു ക്വസ്റ്റിന് 4 മാർക്കാണ്. അപ്പോൾ പിന്നെ ഈസി എക്സാം എഴുതി ഒരുത്തനും ഡിഫിക്കൽട്ട് എക്സാം എഴുതിയതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഈ CBSEയുടെ ഈ തവണത്തെ ഇതും മറ്റേ സ്റ്റേറ്റായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ അവർ ആ പെർസെൻറ്റേജിലൊന്നും വലിയൊരു മാറ്റമില്ല. ഈ പൊട്ടന്മാർ കുറേ ഒരു ഹൈക്കോടതി ജഡ്ജിമാരടക്കം അതൊക്കെ കറക്റ്റാണ് അങ്ങ് രണ്ടും കൂടെയും കൂട്ടി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. CBSE കിട്ടിയ മാർക്കും പ്ലസ് കീമിൻ്റെ മാർക്കിനെയും കൂട്ടി ഇട്ട് കൊടുത്താൽ മതി. വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാണ് കോടതി ഇത് പറഞ്ഞു. ശരിക്കും നല്ല വ്യത്യാസമുണ്ട്. ഈ തവണ CBSEക്ക് 80 മാർക്ക് ഈ തവണ കിട്ടിയവനും സ്റ്റേറ്റിൽ 95 മാർക്ക് കിട്ടുന്ന ഒരു 15 മാർക്കിന് ഡിഫറൻസ് ഉണ്ട് ഈ തവണ. സാധാരണ അത്രയും പോകാറില്ല. 5% വ്യത്യാസം വരാറുള്ളൂ CBSEയും സ്റ്റേറ്റും തമ്മിൽ. സ്റ്റേറ്റിൽ 95ഉം CBSEയിൽ 90 ഓൾമോസ്റ്റ് ഈക്വലായിരുന്നു സാധാരണ. ഈ തവണയിൽ അങ്ങനെയല്ല. സ്റ്റേറ്റിൽ 80% അല്ല, CBSEയിൽ 80%ഉം സ്റ്റേറ്റിൽ 95% ഓൾമോസ്റ്റ് ഈക്വലായിട്ട് ഈ തവണ 15% വ്യത്യാസമുണ്ട് ഈ തവണ CBSEയും സ്റ്റേറ്റും തമ്മിൽ. 15% മാർക്ക് ടോട്ടൽ മാർക്സിൽ 15% കുറയാണ് മറ്റേ സ്റ്റേറ്റ് കുട്ടികൾക്ക്. അതായത് ഇപ്പോൾ 300 നോർമലൈസ് ചെയ്യുമ്പോൾ 300 മാർക്ക് വരുമ്പോൾ ആ 300-ൽ 15% മാർക്ക് 45 മാർക്കിന് ഡിഫറൻസ് വരും. സ്റ്റേറ്റ് ബോർഡ് എക്സാമിൻ്റെ മാർക്കും ഇതും തമ്മിൽ, സ്റ്റേറ്റ് എക്സാമിൻ്റെ മാർക്ക് തമ്മിൽ കുട്ടികൾക്ക് നോർമലായിട്ട് ഒരേ ലെവലിലുള്ള കുട്ടികൾ തമ്മിൽ 45 മാർക്കിൻ്റെ വ്യത്യാസം വരും ഈ തവണ. 45 മാർക്കിൻ്റെ ഡിഫറൻസ് വരും. കഴിഞ്ഞ കൊല്ലമൊക്കെ അത് 5% വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് 300-ൻ്റെ 5% എന്ന് പറഞ്ഞാൽ 15 മാർക്കിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ മുൻ വർഷങ്ങളിലൊക്കെ. ഈ വർഷം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ CBSE എക്സാം ഒരു വാല്യുവേഷൻ ടഫായതുകൊണ്ട് 45 മാർക്കിന് ഡിഫറൻസ് വരും. ആ 300 മാർക്ക് CBSEയുടെ മാർക്കിൽ ഇപ്പോൾ ഒരു 240 വരുന്നവർക്ക് മറ്റേത് 280-85 ഉണ്ടാവും. സ്റ്റേറ്റിൽ 240 CBSEയിലെ കുട്ടികളുടെ കാറ്റഗറിയും 285 കിട്ടിയത് സ്റ്റേറ്റിലെ കാറ്റഗറി 300-ൽ സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 15% ഡിഫറൻസ് ഈ തവണയുണ്ട്. CBSE എക്സാം ഒരു ടഫായിക്കൊണ്ട് എല്ലാ കൊല്ലം അല്ലെങ്കിൽ 5% ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. അല്ല, CBSEയിൽ 90%ഉം മറ്റേതിൽ 95% സെയിമാണ്. പക്ഷേ ഈ തവണ എങ്ങനെയല്ല. CBSEയിൽ 80%ഉം മറ്റേതിൽ 95% സെയിമായി. സ്റ്റേറ്റിൽ ഒരുപാട് ഇത് വന്നു ഈ തവണ. ഈ മോഡിയും ധർമ്മേന്ദ്ര പ്രധാനും CBSEയിലെ ചെറ്റകളും കൂടി കാണിച്ച പരിപാടിയാണ്. ഇത് കംപ്ലീറ്റ് തട്ടിപ്പായിരിക്കും. ഈ നീറ്റ് തട്ടിപ്പായിരിക്കും, കീം തട്ടിപ്പായിരിക്കും. പിണറായി ഒരു 10 മോഡിയാണ് ഒരു പിണറായി. ഇത് ഈ മോഡി ചെയ്യുന്ന ഫ്രോഡിൻ്റെ 10 ഇരട്ടി ഫ്രോഡ് കാണിക്കണമെന്ന് പിണറായി. ഈ കീമിലൊക്കെ ഒരുപാട് തട്ടിപ്പ് നടന്നിട്ടുണ്ടാവും. ഒരു ഇസ്ലാമിസ്റ്റിനെ കണ്ടായിരുന്നു അവിടെ IAS കാരനായിട്ടിരുന്നു. ഞാൻ കണ്ടു, അയാളെ മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ടൊരു ഇത് കണ്ടായിരുന്നു ഇപ്പോഴത്തെ ഗവൺമെൻറ് വന്നപ്പോൾ. ഇതിൽ 2 കീമിലും ഇഷ്ടം പോലെ തട്ടിപ്പുമാണ്. കുസാറ്റിൽ ഒരാൾ ഒരു ജോയിൻറ്റ് രജിസ്ട്രാർ മരിച്ചുപോയി എന്ന് പറഞ്ഞു കേട്ടോ. എന്തായിരിക്കും, അയാളും വല്ല തട്ടിപ്പും ചെയ്തായിരുന്നു. ഒരു ഷോക്കടിച്ച് മരിച്ചുപോയിരുന്നു വീട്ടിൽ പണി ചെയ്തപ്പോൾ. ജോയിൻറ്റ് രജിസ്ട്രാറായി എക്സാമിൻ്റെ കുസാറ്റ് എക്സാമിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന അയാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഞാൻ ന്യൂസ് ക്ലിപ്പിംഗ് വായിച്ചു. ഇയാളും വല്ല തട്ടിപ്പും ചെയ്യാൻ പോയി കുസാറ്റിലെ ആളും. അതും ഒരു മുസ്ലിം പേരെ കണ്ടേ.